ജാതി മതം അതിനപ്പുറം നമ്മളെല്ലാവരും ഇന്ത്യക്കാർ തന്നെയാണ്. യൂണിവേഴ്സൽ ബ്രദർഹുഡ് അതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഉൾപ്പെടെ ഏതാണ്ട് 4ഓളം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അവിടെ എല്ലാം സർക്കാരുകളും രൂപീകരണം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ട് ശ്രീ വി ഡി സതീശൻ, അതേണക്ക് തമിഴ്നാട്ടിൽ വിജയ്, അതേപോലെ തന്നെയാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി മാറി BJPയുടെ നേതൃത്വത്തിൽ സുവേന്ദു അധികാരത്തിൽ വന്നിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ വാഗ്ദാനങ്ങൾ ചെയ്തതുപോലെ തന്നെ പല പ്രഖ്യാപനങ്ങൾ നടത്തിയതുപോലെ തന്നെ അതെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത മാസം 15-ാം തീയതി മുതലാണ് സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏതൊക്കെ തരത്തിലാണെന്നുള്ള ഓർഡർ വരുന്നേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് പശ്ചിമ ബംഗാളിൽ മദ്രസകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് ആവട്ടെ സ്വകാര്യ സ്ഥാപനങ്ങളിലെല്ലാം വന്ദേ മാതരം ചൊല്ലണമെന്നുള്ള കർശനമായ നിർദ്ദേശമാണ് അവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞു കയറ്റക്കാരെയെല്ലാം അവരെയെല്ലാം ആരാണെന്ന് കണ്ടെത്തി പിടിച്ച് നാട് കടത്തുന്ന പ്രക്രിയയും അവരെ അതിവേഗം ദ്രുതഗതിയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ദേശീയ ബോധം വളർത്തുന്നതിന് വേണ്ടി നമ്മുടെ മദ്രസകളിലും അതേ മതപഠനശാലകളിലും ഒക്കെ പഠിപ്പിക്കുമ്പോൾ തന്നെ ഈ വന്ദേ മാതരം കൂടെ ആലപിച്ചുകൊണ്ട് അതും പഠനത്തിന്റെ ഭാഗമാക്കണം, അതും പഠിക്കണം, അതും ചെല്ലണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് വെച്ചിരുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മലയാളികളായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ളവരെ അഭിപ്രായമാണ് നമ്മൾ ആരായുന്നത്. എന്താണ് അവരൊക്കെ നമ്മളോട് പറയുന്നത്? മലയാളി വാർത്ത ആയോട് എന്താണ് ഇവരുടെയൊക്കെ അഭിപ്രായങ്ങളും ആശങ്കകളും, അല്ലെങ്കിൽ എന്താണ്, നല്ല കാര്യമാണോ, ഇത്തരത്തിലൊരു തീരുമാനം നടപ്പിലാക്കിയതിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ബംഗാളിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ജാതി മതം അതിനെ മാറ്റിയെടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ ഇന്ത്യക്കാർ തന്നെ ആണല്ലോ. അപ്പൊ അത് ചൊല്ലുന്നതിനോട് എനിക്ക് യോജിപ്പേ ഉള്ളൂ. മദ്രസയിലായാലും സ്കൂളിലായാലും അവിടെ ജാതി മതം അതിനപ്പുറം നമ്മളെല്ലാവരും ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പം എല്ലാവരും ആ ഒരു തീരുമാനം, ആ ഒരു വന്ദേ മാതരം ചൊല്ലുന്നതിനോ ഒന്നും വേറൊരു രീതി എടുക്കാതെ നമ്മുടെ ദേശീയത ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ ഈ മദ്രസകളിൽ, ഇത്തരത്തിൽ മദ്രസകളിലോ സ്കൂളുകളിലോ കുട്ടികളെ എടുത്ത് ഈ വന്ദേ മാതരം ചൊല്ലിപ്പിടി. അതൊരു തെറ്റായ രീതിയാണെന്ന് തോന്നുന്നില്ല. കുട്ടികൾ പഠിച്ച് വളർന്ന് ദേശീയത ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം അത്ര തീരുമാനം എടുത്തത്. അപ്പോൾ ആ തീരുമാനത്തിനോട് നമ്മൾ യോജിക്കുന്നു, നല്ലൊരു കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. പശ്ചിമ ബംഗാളിൽ പുതിയ സർക്കാർ ഇങ്ങനെ തീരുമാനം എടുത്തതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗാനം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും ഇത്തരത്തിലുള്ള നമ്മുടെ ദേശബോധമൊക്കെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് റിലീജിയസ് ആയിട്ടുള്ള സോങ് ഒന്നും അല്ലല്ലോ. അതെ, നാഷണലിസ്റ്റിക് ആയിട്ടുള്ള സോങ്. നമ്മുടെ ഭാരതത്തിലെ പൗരന്മാരെല്ലാം ഒറ്റക്കെട്ടാണ്. അവർക്ക് ദേശീയ ബോധം ഉണർത്താൻ വേണ്ടി ആയിരിക്കുമല്ലോ അങ്ങനെ തീരുമാനമാണ്. എന്തായാലും പ്രൊമോട്ട് ചെയ്യുക, അതാണ് മെയിനായിട്ടുള്ള എയിം ആയിട്ട് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശിന് സമീപം കിടക്കുന്നതാണ്. അതേണക്ക് ബംഗ്ലാദേശായിട്ട് വരുന്നവരെയൊക്കെ പിടിച്ച് കയറ്റി വിടുന്നുണ്ട്. അപ്പം ദേശഭക്തിയാണ് പ്രധാനമായിട്ട് ഇതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത്. അത് ശരിയായ തീരുമാനമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയാൻ കഴിയില്ല. അഗ്രസീവ് നാഷണലിസത്തോട് ഞാൻ യോജിക്കുന്നില്ല. യൂണിവേഴ്സൽ ബ്രദർഹുഡ് അതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു തീരുമാനം ഒരു കണക്കിനും തെറ്റായ തീരുമാനമല്ല, നല്ലൊരു കാര്യമാണെന്നായിട്ട് മനസ്സിലാക്കുന്നത്. ഏകദേശം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ബംഗാളിൽ പുതിയ മുഖ്യമന്ത്രി വന്നു. അപ്പോൾ അവിടെ ഇത്തരത്തിൽ മദ്രസകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് ആയാലും സർക്കാർ സ്കൂളിലെല്ലാം ദേശീയ ഗാനം വന്ദേ മാതരം പാടണമെന്നും വന്ദേ മാതരം ചെല്ലണമെന്നും ഒക്കെ പറഞ്ഞൊരു ഉത്തരവിറങ്ങി. എന്താണ് അത്തരം ഉത്തരവ് നടപ്പാക്കിയതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഏതാ സ്കൂളുകളിലും നാട് നന്നായി ദേശീയ ഗാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരെണ്ണം ഉണ്ടല്ലോ. അത് നമ്മൾ എല്ലാ പരിപാടികൾക്കും നല്ല ഓരോ കാര്യങ്ങൾക്ക് ചെല്ലുമല്ലോ. ദേശീയ ഗാനം നമ്മളെല്ലാവരും ദേശീയതയിൽ ഊന്നി നിൽക്കാൻ വേണ്ടിയൊക്കെ അല്ലേ. അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികൾ അത് ചൊല്ലി പഠിക്കാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ ചെല്ലുന്നത്. അത് പറഞ്ഞാൽ ഈ സ്കൂളുകളിൽ ചെല്ലിയെങ്കിലല്ലേ ഇത് പഠിക്കത്തുള്ളൂ. സ്കൂളുകളിലല്ല പിന്നെ വേറെ എവിടെ ചെല്ലിക്കും? അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. മദ്രസകളിലും സ്കൂളുകളിലൊന്നും ഇത് ദേശീയഗാനം ചെല്ലണ്ട ഇല്ല. അല്ലാതെ അവരെ വീട്ടിൽ വരുമ്പോൾ മാതാപിതാക്കൾ പഠിപ്പിക്കും. അങ്ങനെ അല്ല, അറിയാമെന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചാലല്ലേ അറിയത്തുള്ളൂ. എവിടെയെങ്കിലും ചെല്ലണ്ടേ? അത് സ്കൂളുകളിൽ പഠിപ്പിക്കത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ പഠിപ്പിക്കുന്നത്? വീട്ടിൽ വന്ന മാതാപിതാക്കൾ ചൊല്ലി പഠിപ്പിക്കത്തില്ല. പിന്നെ ഇതെവിടെ അവർ പഠിക്കുന്നത്?
അവർ ഈ ദേശീയഗാനം ചെല്ലുമ്പോൾ മിണ്ടാതെ നിന്നാൽ മതിയോ? ദേശീയ ഇന്ത്യക്കാരനാണ്, എല്ലാവരും ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാന്ന് പ്രാർത്ഥനയിൽ പഠിക്കുന്നത്. ഇത് ചെല്ലി എവിടെയെങ്കിലും ഇത് പഠിക്കണ്ടേ? അപ്പം അത് മദ്രസകളിലും പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ പഠിക്കൂ ഇത്? അപ്പം അതിനെക്കുറിച്ച് മറുപടിയില്ല. നമസ്കാരം, എന്താണ് പേരെന്താണ്? രാധാകൃഷ്ണൻ. ഈ നമ്മുടെ ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ ഒരു 4-5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. മമതാ ബാനർജി മാറി. ഇപ്പം അവിടുത്തെ മദ്രസകളിലെല്ലാം, സ്കൂളുകൾ, കോളേജുകളിൽ, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ മദ്രസ ഉൾപ്പെടെ എല്ലായിടത്തും വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കണമെന്നും പറഞ്ഞൊരു ഓർഡർ ഇറക്കി. എന്താണ് അത്? അങ്ങനെ ഒരു വിവരം അറിഞ്ഞതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വർഗീയതയോ അല്ലെങ്കിൽ മറ്റു മതങ്ങളൊന്നും ഒന്നും അല്ല. അത് നമ്മളൊരു ഭാരതീയ ദേശീയ ഗാനം ആലപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അതിന് വർഗീയമായിട്ട് കാണേണ്ട, രാഷ്ട്രീയമായിട്ട് കാണേണ്ട കാര്യം. രാജ്യത്തിൽ ഇന്ത്യൻ പൗരൻ എന്നുള്ള രാജ്യത്തുള്ളവർ ദേശീയ ഗാനം ആലപിച്ച് പഠിച്ച് ദേശീയത വളർത്താൻ വേണ്ടിയായിരിക്കുമോ അങ്ങനെ ഒരു ഓർഡർ ഇട്ടേ? അതെ, ആ മദ്രസ പഠനവും മതപഠനങ്ങളും നടക്കുന്നിടത്തായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ ദേശീയത ഉണർത്താനും ദേശീയ ഗാനം കൂടെ ആലപിക്കുന്നെന്ന് പറഞ്ഞാൽ അതും കൂടെ കുട്ടികൾ പഠിച്ചു വരാൻ വേണ്ടിയല്ലേ? ഇത്രയും നാൾ അങ്ങനെ നടത്തിയില്ലെന്ന് അറിയുമ്പോൾ തന്നെ നമുക്കതൊരു ആശ്ചര്യം തോന്നും. അതെ, അഭിപ്രായം. തീർച്ചയായിട്ടും അത് രാജ്യത്ത് മുഴുവൻ അങ്ങനെ വ്യാപിപ്പിക്കട്ടെ എന്നാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ. ഈ രാജ്യത്ത് താമസിക്കുന്ന ദേശീയത മനസ്സിൽ വരണം, അതിന് ദേശീയ ഗാനങ്ങൾ പാടി പഠിക്കണം, അതാണ് താങ്കളുടെ അഭിപ്രായം. എന്താണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഇപ്പം മദ്രസയിലും സ്കൂളുകളിലും എല്ലാം വന്ദേ മാതരം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ചെല്ലിപ്പിക്കത്തില്ലായിരുന്നു മദ്രസയിൽ പോകുന്ന സമയത്ത്? പശ്ചിമ ബംഗാളിൽ നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പൊ പുതിയ മുഖ്യമന്ത്രി വന്നപ്പോഴാണ് പറഞ്ഞത് എല്ലാ സ്കൂളുകളിലും മദ്രസകളിലും വന്ദേ മാതരം ചെല്ലണമെന്ന്. അപ്പോൾ നേരത്തെ ഇവിടെ കേരളത്തിൽ അങ്ങനെ നിങ്ങൾ ചെല്ലിയിട്ടുണ്ടോ? അപ്പോൾ പുതിയതായിട്ട് വന്ന മുഖ്യമന്ത്രിയാണ് പറയുന്നത് പശ്ചിമ ബംഗാളിലെല്ലാം വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്?